നമുക്ക് മറ്റൊരു വാർത്ത, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ മരണമാണ്. 3 മാസമായി മുരാരി ബാബു അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. അമൃത ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയേർക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുരാരി ബാബു. ദീർഘകാലം തുടർന്ന് 90 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അറസ്റ്റിലാവുകയും സ്വാഭാവിക ജാമ്യം കിട്ടുകയും മറ്റും ചെയ്തു. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരൊക്കെ സ്വാഭാവിക ജാമ്യത്തിലേക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വന്നിരുന്നു. മുരാരി ബാബുവും സമാനമായ അവസ്ഥയിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, കഴിഞ്ഞ 2-3 മാസമായി മുരാരി ബാബു ചികിത്സയിലായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിലും ആവുകയായിരുന്നു അല്ലേ? അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. അതെ, ഈ സ്വർണ്ണക്കൊള്ള കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. അദ്ദേഹം അർബുദബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി 12:45 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം ജയിലിൽ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് മുരാരി ബാബു. പിന്നീട് സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ആ സമയത്ത് തന്നെ, ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ അസുഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അസുഖമൊക്കെ വളരെ മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റും തുടർ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നത്. അതിനൊടുവിൽ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ കുറച്ച് ദിവസമായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒടുവിൽ അന്ത്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ അനുമതി നൽകിയത്. ഗൂഢാലോചനയിലടക്കം മുരാരി ബാബുവിന് പങ്കുണ്ടെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. കേസിലെ 2ാം പ്രതി കൂടിയാണ് മുരാരി ബാബു. ഈ സ്വാഭാവിക ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി. പിന്നീട് അദ്ദേഹം ചികിത്സയിലൊക്കെ പോവുകയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണുള്ളത്. അതിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ 2ാം പ്രതിയും ആദ്യ കേസിലെ 2ാം പ്രതിയാണ്. പിന്നീട് ഒക്ടോബർ 23-ന് SIT മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. പെരുന്നയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഒപ്പം മുരാരി ബാബു ഇടപെട്ടാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വഴി കൊടുത്തുവിട്ടതെന്നും ഒക്കെയുള്ള കണ്ടെത്തലായിരുന്നു SIT നടത്തിയിരുന്നത്. അന്തരിച്ചിരിക്കുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ, ഹരിപ്പാട് പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം ഉന്നത പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. ആറന്മുള അടക്കമുള്ള ക്ഷേത്രങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. മുരാരി ബാബുവിന്റെ അന്ത്യം മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായാണ് മരണം സംഭവിച്ചത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.